വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരം പണിയുവാൻ, തലസ്ഥാനം പണിയുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതുതന്നെയെന്ന് ഭട്ടി മനസ്സിലാക്കുന്നു. അവിടെ കണ്ട സുന്ദരമായ ക്ഷേത്രത്തിനു ചുറ്റും അദ്ദേഹം വലം വയ്ക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്തായി കണ്ട ശിലാഫലകം തൂത്തു വൃത്തിയാക്കുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ തടാകത്തിൻ്റെ അരികിൽ കാണുന്ന വൃക്ഷത്തിന്മേൽ ചക്രാകാരത്തിലുള്ള 7 ഉറികൾ തൂക്കിയിരിക്കുന്നു. താഴെ തടാകത്തിൽ ഒരു ശൂലവും. ആകാശത്തിലൂടെ പറന്നു ചെന്ന് ആ ഉറികൾ ഒറ്റവെട്ടിന് മുറിച്ചിട്ട് ശൂലത്തിന്മേൽ നെറ്റി തൊടിയിക്കുന്ന ആളിൻ്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും സർവാഭീഷ്ടങ്ങളും തീർത്തു കൊടുക്കുന്നതുമാണ്. ലോകത്തിൽ ഇത് ചെയ്യാൻ കഴിവുള്ള ഏക വ്യക്തി വിക്രമാദിത്യ മഹാരാജാവാണെന്ന് മനസ്സിലാക്കിയ ഭട്ടി സന്തോഷത്തോടുകൂടി വിക്രമാദിത്യ രാജസന്നിധിയിലേക്ക് മടക്കയാത്ര ആരംഭിക്കുന്നു. തുടർന്ന് കേൾക്കൂ. തൻ്റെ അത്ഭുതകരമായ പര്യടനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഭട്ടി വിക്രമാദിത്യനെ ധരിപ്പിച്ചു. തലസ്ഥാന നഗരി സ്ഥാപിക്കുന്നതിന് കണ്ടുപിടിച്ച സ്ഥലം നേരിൽ കാണുന്നതിനും ദേവീക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിലെ താൽപ്പര്യമനുസരിച്ച് പ്രവർത്തിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാനും അദ്ദേഹം ഉടനടി തീരുമാനിച്ചു. വിക്രമാദിത്യൻ്റെ വിസ്മയാവഹമായ കഴിവുകളെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഭട്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ കഴിവത് പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ഒരു ശുഭ മുഹൂർത്തത്തിൽ അവരിരുവരും വേണ്ട സന്നാഹങ്ങളോടും ഒരു ചെറിയ പരിവാര സംഘത്തോടും കൂടി പുറപ്പെടുകയും ചെയ്തു. ഭട്ടിക്ക് താൻ യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം നല്ല നിശ്ചയമുണ്ടായിരുന്നതിനാൽ യാത്രയിൽ സ്ഥലനിർണയത്തിന് ഒട്ടും തന്നെ ക്ലേശിക്കേണ്ടതായി വന്നില്ല. അങ്ങനെ അവർ ദേവീക്ഷേത്ര പ്രാന്തത്തിൽ എത്തിച്ചേർന്നു. ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം വിക്രമാദിത്യനെ എന്തെന്നില്ലാതെ ആനന്ദിപ്പിച്ചു. ഒരു ദേവനു തുല്യം തേജസ്വിയായി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വിക്രമാദിത്യനെ കണ്ട മാത്രയിൽ ദേവി അദ്ദേഹത്തിന് തൻ്റെ സവിധത്തിൽ തന്നെ തലസ്ഥാനം സ്ഥാപിക്കുന്നതിനുള്ള സകല സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് മനസ്സാ തീരുമാനിച്ചു. അതേസമയം വിക്രമാദിത്യനാകട്ടെ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ഭട്ടി പ്രദർശിപ്പിച്ച സാമർത്ഥ്യവിശേഷത്തെ മനസ്സാ ശ്ലാഘിക്കുകയും ചെയ്തു. അദ്ദേഹം സ്നേഹാദരപുരസരം ഭട്ടിയുടെ ഭുജങ്ങളിൽ മൃദുവായി തട്ടിക്കൊണ്ട് പറഞ്ഞു: വത്സ, പ്രകൃതീശ്വരി പുളകച്ചാർ തണിഞ്ഞു നിലകൊള്ളുന്ന ഈ സ്ഥലം നമ്മുടെ ഉദ്ദേശസാധ്യത്തിന് തികച്ചും പര്യാപ്തമാണ്. ഏതിനും ദേവി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അനന്തരം അദ്ദേഹം ഭട്ടിയെയും കൂട്ടിക്കൊണ്ട് രംഗനിരീക്ഷണത്തിനായി തടാകത്തിൻ്റെ തീരത്തേക്ക് നടന്നു. ശിലാലിഖിതത്തിൽ ആലേഖനം ചെയ്തിരുന്നതുപോലെയുള്ള 7 ഉറികളും ശൂലവുമെല്ലാം നിശ്ചിത സ്ഥാനങ്ങളിൽ തന്നെ കണ്ടെത്തി. ഇങ്ങനെ പരിശോധിച്ചു വരവേ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു: വത്സ, ഈ തടാകത്തിന് ആഴമേറെ ഉണ്ടായിരിക്കാനാണല്ലോ സാധ്യത. ആ സ്ഥിതിക്ക് അതിൻ്റെ നടുവിൽ ആ ശൂലം ഒറ്റയ്ക്ക് നിൽക്കുന്നത് വിചിത്രമായി തോന്നുന്നല്ലോ. അതിലെന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കുമോ? കൂടാതെ ഈ ഉറികൾ 7 ഒറ്റവെട്ടിന് മുറിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെ സാധിക്കും? ഉറികൾ വൃത്താകൃതിയിലാണല്ലോ കെട്ടിയിരിക്കുന്നത്. ഭട്ടി അതിന് മറുപടി പറഞ്ഞു: ഈ ശൂലത്തിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഉറ്റ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിന് ദിവ്യശക്തി ഉണ്ടായിട്ടുള്ളതും. അവിടുന്ന് ഊരിപ്പിടിച്ച വാളുമായി വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി നിൽക്കണം. എന്നിട്ട് വൃത്താകാരമായി വായുവിലൂടെ നീന്തുക. 7 ഉറിച്ചരടുകളും കൂടിപ്പിണഞ്ഞൊന്നായിത്തീരും. അപ്പോൾ വാളുകൊണ്ട് ആഞ്ഞു വെട്ടുക. ഉടൻ തന്നെ അവ അറ്റുവീഴുകയും ചെയ്യും. അതോടെ അങ്ങ് തലകീഴായി ചാടിയേക്കുക. കാര്യം ജയിച്ചു. വിക്രമാദിത്യൻ തൻ്റെ രാജകീയമായ വേഷഭൂഷകൾ അഴിച്ച് തടാകത്തിൻ്റെ തീരത്ത് വച്ച ശേഷം തടാകത്തിലിറങ്ങി കുളിച്ചു. ശരീരശുദ്ധി വരുത്തി. അനന്തരം അദ്ദേഹം ദേവീപ്രസാദത്തിനായി മനമുറ്റു പ്രാർത്ഥിച്ചുകൊണ്ട് ഉറികൾ തൂക്കിയിട്ടിരുന്ന വൃക്ഷത്തിന്മേൽ കയറി. ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം വായുവിൽ നീന്തി ഒറ്റ വിട്ടുകൊണ്ട് 7 ഉറികളും നിലം പതിപ്പിച്ച ശേഷം ശൂലാഗ്രഹത്തിൽ സ്വശിരസ്സുകൊണ്ട് മുട്ടാൻ ഭാവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിരസ് മൂർച്ചയേറിയ ശൂലാഗ്രഹത്തിൽ സ്പർശിക്കുന്നതിനു മുമ്പായി ദേവി ഭദ്രകാളി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ കരങ്ങളിൽ ഒരു ശിശുവിനെ സ്വമാതാവെന്നോണം വഹിച്ചുകൊണ്ട് ക്ഷേത്രാന്തർഭാഗത്തേക്ക് പോയി. വിവിധ വികാരങ്ങൾ കൊണ്ട് സ്തബ്ധമാനസനായി തീർന്ന വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു.
അത്യന്തം സംഭൃതയായി തീർന്ന ദേവി അദ്ദേഹത്തെ സ്വഹസ്തങ്ങൾ കൊണ്ട് താങ്ങി നിർത്തി ഇപ്രകാരം അരുളി ചെയ്തു: വത്സ, നിന്റെ അനിതര സാധാരണമായ കഴിവിൽ നാം അത്യന്തം സംതൃപ്തയായിരിക്കുന്നു. ഈ ജീവൻ മരണ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ ഇതുവരെ ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല. നീയാകട്ടെ അതിൽ സുധീരം ഏർപ്പെടുകയും അസൂയാർഹമായ വിജയമാർജിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ഏതുവിധമുള്ള അഭിലാഷങ്ങളും നിറവേറ്റുവാൻ നാം ഇതാ സന്നദ്ധയായിരിക്കുന്നു. നിന്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയും നിനക്ക് ഏറ്റവും അനുയോജ്യൻ തന്നെ. അവൻ്റെ അതുല്യമായ സാമർഥ്യവും സൂക്ഷ്മ നിർവഹണപടുതയും നിന്റെ വിജയത്തിൽ ഒട്ടും അപ്രധാനമല്ലാത്ത പങ്ക് വഹിച്ചിരിക്കുന്നു. മേലിലും നിങ്ങൾ ഒരിക്കലും വേർപെടാതെ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും വാണരുളി അനന്തമായ പ്രതാപൈശ്വര്യങ്ങൾക്ക് പാത്രീഭവിക്കുവിൻ. അല്ലയോ വിക്രമാദിത്യ, ഇനി നിന്റെ അഭിലാഷമെന്തെന്ന് നമ്മോട് തുറന്നു പറഞ്ഞാലും. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയുടെ മുമ്പിൽ വിക്രമാദിത്യൻ വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. അദ്ദേഹം ഒരു കാര്യം മാത്രം ദേവിയോട് ആവശ്യപ്പെടുന്നു: തനിക്ക് ഈ സുന്ദരമായ സ്ഥലത്ത് ദേവീക്ഷേത്രത്തിനടുത്തു തന്നെ തലസ്ഥാന നഗരി പണിയുവാനുള്ള അനുവാദം തരണം. ദേവി വിക്രമാദിത്യൻ്റെ വാക്കുകൾ കേൾക്കുമോ? അദ്ദേഹത്തിന് അവിടെ തന്നെ തലസ്ഥാന നഗരി പണിയുവാൻ സാധിക്കുമോ? തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. SD വിഷ്വൽ മീഡിയ ധാരാളം ഓഡിയോ സംബന്ധമായ പരിശീലനങ്ങൾ നൽകി വരുന്നു. വോയിസ് ഓവർ ആൻഡ് ഡബ്ബിംഗ് പരിശീലനം എറണാകുളത്തും മറ്റുള്ള സ്ഥലങ്ങളിലും വിജയകരമായി പൂർത്തിയാക്കി വരുന്നു. ശബ്ദം മനോഹരമാക്കുവാനും ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറുവാനും താല്പര്യമുള്ളവർ SD വിഷ്വൽ മീഡിയയുടെ ഈ നമ്പരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.